എത്രയോ നമ്മുടേതായ എത്രയോ പരിപാടികളിലാണ് മുൻകഴിഞ്ഞ പരിപാടികളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽ പെട്ടതായ അഹ്ലു ബൈത്തിനെ കൊണ്ടുവന്നത്. അവരെ ഞാനും നിങ്ങളും സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവരെ ആദരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിറാത്ത് പാലം നിങ്ങൾ വേഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ട്, ഫേസ്ബുക്കുകൾ കൂടിയിട്ടത് രാഷ്ട്രീയത്തിന്റെ പേരിലത് തങ്ങന്മാരെ നിങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യരുതേ. അത് പാലക്കാട് കുടുംബമായാലും ശരി, അവരോട് നിങ്ങളെ ആക്ഷേപങ്ങൾ പറയരുതേ, അവരെ നിങ്ങളെ തെറി വിളിക്കരുതേ, അവരെ നിങ്ങളെ അതിരുവിട്ട് നിങ്ങളെ അവരെ മോശമാക്കരുതേ. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് ആദർശം പറയാം, പക്ഷേ നിങ്ങൾ അവരോടുള്ള ബഹുമാനത്തിനെ നിങ്ങളെ പൂർണ്ണമായ രൂപത്തിലതേ പിടിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പറയല്ലേ. കാര്യമെന്തെന്നറിയുമോ? അവരെങ്ങാനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് കൈകൾ ഉയർത്തിയാൽ നമ്മൾ വെണ്ണീറായി പോകും സഹോദരാ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയാണ്. മഹാനാകുന്ന സയ്യിദ് ജിബ്രീ മുത്തുക്കോയ തങ്ങളുണ്ടല്ലോ, നമ്മുടെ സമസ്തയുടേതായ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിബ്രീ മുത്തുക്കോയ തങ്ങള്, അല്ലാഹു അവിടുത്തെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ സയ്യിദുണ്ടല്ലോ, എത്രയോ ആളുകളാണ് അധിക്ഷേപിക്കുന്നത്, പക്ഷേ തങ്ങളൊരു ഭാവൻ ഒരാളെ പോലും വിമർശിക്കാതെ, ഒരാളെ പോലും വിളിക്കാതെ തന്റെ ആദർശത്തിനെ പറയുന്നതാ സയ്യിദ് ജിബ്രീ മുത്തുക്കോയ തങ്ങളെ. ആദർശം പറയും, ആരെ മുന്നിലും പറയും ആദർശം, പക്ഷേ എന്തു ചെയ്യില്ല, ഒരാളെ പോലും കുറ്റപ്പെടുത്തും, ഒരാളെ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തി പറയുന്നതായി കേട്ടിട്ടില്ല. അദ്ദേഹം വലിയ ആലിമാണ്, മറ്റേത് തങ്ങന്മാര് മാത്രമാണ്, ഇത് സയ്യിദുമാണ്, ആലിമുമാണ്, അറിവുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിനെ സൂക്ഷിച്ച് സംസാരിക്കാൻ. നമുക്ക് വിരോധങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ആദർശ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അള്ളാന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയെ തൊട്ടുകളിക്കും പോലെ സൂക്ഷിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു